ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളിൽ വ്രണം എടുത്തു. അതിൽ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് വ്രണം, വ്രണത്തിൻ്റെ ടൈപ്സ്, എവിടെയൊക്കെ വ്രണത്തിൻ്റെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ്, വ്രണം ശരീരത്തിൽ എവിടെയൊക്കെ കാണുന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ ദിസ് ക്ലാസ് ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ ദ്വിവ്രണീയ ചികിത്സ, ദാറ്റ് ഇസ് ദ 25th ചാപ്റ്റർ ഓഫ് ദി ചികിത്സാ സ്ഥാന ഓഫ് ചരക സംഹിത. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഈ ദ്വിവ്രണീയ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. സോ ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വ്രണത്തിൻ്റെ കുറച്ച് വേറൊരു ക്വാളിറ്റീസ് അല്ലെ വേറൊരു ക്രൈറ്റീരിയാസ് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് വൺ നമ്മളുടെ 14 ടൈപ്സ് ഓഫ് ഡിസ്ചാർജസ്. ഒരു വ്രണം ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബോഡിയിൽ ഒക്കർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ സം ഡിസ്ചാർജസ്. വ്രണം വന്നു കഴിഞ്ഞാൽ വ്രണത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ക്വാളിറ്റിയാണ് ഡിസ്ചാർജസ്. സോ വൈൽ seeing, if a patient comes and if patient shows that he has a wound or ulcer, and a doctor is looking that vrana, and by looking that discharge itself we should understand whether it is a vrana or it is anything apart from vrana or like that etc. സോ ഇവിടെ ഡിസ്ചാർജസ് 14 ഡിസ്ചാർജസ് പറഞ്ഞിട്ടുണ്ട്. ഈ ചക്രമാണദത്ത കമൻട്രി പോയി കഴിഞ്ഞാൽ വലിയ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ബിക്കോസ് ചരക ഇസ് നോട്ട് അറ്റ് ഓൾ കൺസിഡറിങ് അബൌട്ട് റിഗാർഡിംഗ് ദ ശസ്ത്ര. ഇത് ചരകൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ശസ്ത്രകർമ്മങ്ങൾക്ക് കൊടുക്കുന്നില്ല. ശസ്ത്രകർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ ശസ്ത്ര റിലേറ്റഡ് അല്ലെങ്കിൽ സർജിക്കലായിട്ടുള്ള അസുഖങ്ങൾക്കോ ചരകൻ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചക്രപാണി ദത്തൻ്റെ കമൻട്രിയിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണത്തില്ല. ബിക്കോസ് ഈ വ്രണങ്ങളും അല്ലെങ്കിൽ എല്ലാ ശല്യ റിലേറ്റഡ് ഡിസീസസും നമുക്ക് ശുശ്രൂഷ സംഹിതയിലാണ് നമുക്ക് കൂടുതലായിട്ടും റെഫറൻസസ് കാണുക. സോ ഇതിൽ ഈ 14 ടൈപ്സ് ഓഫ് ഡിസ്ചാർജസ് എന്ന് പറയാൻ ചക്രപാണി ദത്ത പറയുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഒരു മെയിൻ എന്താ പറയുക ഒരു ഫീച്ചറാണ് വ്രണത്തിൻ്റെ. സോ നമ്മൾ ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഒരു അൾസറുമായിട്ട് വല്ല എവിടെയും ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ അത് വ്രണമാണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ക്വാളിറ്റി വെച്ചിട്ട്. പിന്നെ വ്രണത്തിന് ഒരു പ്രോഗ്നോസിസും ഈ ഒരു ഡിസ്ചാർജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വ്രണം ഇപ്പോഴുണ്ടായതാണോ അല്ലെങ്കിൽ നവമായിട്ട് അല്ലെങ്കിൽ അക്യൂട്ടാണോ അല്ലെങ്കിൽ ക്രോണിക് ആണോ, അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡിസ്ചാർജ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് തന്നെ നമ്മളെ കയ്യിലോ കാലിലൊക്കെ ഒരു വൂണ്ടോ ഒരു അൾസറോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും അതിൻ്റെ ഡിസ്ചാർജ് വെച്ചിട്ട് ഇത് പുതിയതാണോ പഴയതാണോ, ഇത് 1 വീക്ക് മുമ്പ് ഉണ്ടായതാണോ 1 മാസം മുമ്പ് ഉണ്ടായതാണോ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബൈ എക്സ്പ്ലെയിനിങ് ദ ടൈപ്സ് ഓഫ് ഡിസ്ചാർജസ്. ഇപ്പോൾ ഈ ഡിസ്ചാർജസ് പറയുമ്പോഴാണ് എപ്പോഴും ഈ ശുശ്രൂഷ സംഹിത വായിക്കുന്ന സമയത്ത് ശുശ്രൂഷ സംഹിതയിൽ ആചാര്യ ശുശ്രൂഷൻ തസ്കരൻ കള്ളൻ എന്ന് വിളിക്കുന്ന 2 കോണ്ടെക്സ്റ്റുകളുണ്ട്. എൻ്റെ അറിവിൽ 2 സ്ഥലത്താണ് കള്ളൻ എന്ന് വിളിക്കുന്നത്. തസ്കരൻ എന്ന് പറയുന്നത് ഒന്ന് പ്രഭാഷണി അധ്യായം സൂത്രസ്ഥാനം 4th ചാപ്റ്ററിലാണ് എങ്ങനെ ശാസ്ത്രം പഠിക്കണമെന്ന്. രണ്ടാമത്തെ കണ്ടക്സ്റ്റിൽ ശുശ്രൂഷൻ കള്ളൻ എന്ന് പറയുന്നത് വ്രണത്തിൻ്റെ കണ്ടക്സ്റ്റാണ്. ശോഫ അധ്യായത്തിൽ ശുശ്രൂഷം സൂത്രം 17th ചാപ്റ്ററിലാണ്. ആമം വിഭച്യമാനം ച പക്വം ചയോഭിഷക് ജാനീയാത് സ ഭവേത് വൈദ്യ ശേഷ തസ്കര വൃത്തയ. വ്രണത്തിൻ്റെ ഡിസ്ചാർജ് വ്രണം ആമമാണോ പക്വമാണോ എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ മാത്രമേ വൈദ്യനാകുന്നുള്ളൂ, ഡോക്ടർ ആകുന്നുള്ളൂ. അതർവൈസ് ഓൾ ദ അതർ പീപ്പിൾ, റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലൈക്ക് തസ്കര, ദർ ലൈക്ക് ക്വാക്ക് എന്ന് ആചാര്യൻ കറക്റ്റ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഹി ഹാസ് ഗിവൺ ടു വ്രണ. സോ അണ്ടർസ്റ്റാൻഡിങ് ദ വ്രണ ബൈ ഡിസ്ചാർജ് ഈസ് എ ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ടൈപ്സ് ഓഫ് വ്രണ. സോ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്ചാർജ് വരിക, ഇത് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് മീനിങ് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ദർ ഇസ് നോ നീഡ് ഫോർ സ്റ്റഡിങ് ശ്ലോക. ഇഫ് ഇറ്റ് ഈസ് സ്റ്റഡിങ് മീൻസ് ദറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ലസിക ജല പൂയ അസൃക് ഹാരിദ്ര അരുണ പിഞ്ചരാഹ കഷായ നീല ഹരിത സ്നിഗ്ധ രൂക്ഷ സിദ്ധ അസിതാഹ ഇതി രൂപേഹി സമുദിഷ്ട വ്രണസ്രാവ ചതുർദശഃ. സോ 14 types of discharges are explaining, that is വ്രണസ്രാവ ചതുർദശഃ 14 types. What are they? Lasiga, discharge of lymph like fluid. Jalasrava, water is discharge. Puyasrava, it's like a pus. Asraksrava, blood discharge. Haridrasrava, it's yellow discharge. Arunasrava, reddish discharge. Pinjarasrava, red or yellow, that is red and yellow discharge. Kashaya Strava, brownish black color. Neela Strava, bluish color. Haritha Strava, green in color. Snigdha Strava, discharge of unctuous type. Ruksha Strava, discharge of dry natural. Siddha Strava, white in color, and Asiddha Strava, black in color. So this is he has explained the types of discharges, and you will not get any much more like explanation from the Charaka Samhita. But if you go to Shushrusha Samhita, the color it's highly important during the prognosis as well as the types of Vrana, understanding the types of Vrana. So complication, this is also not important this is no need to study Sloka according to your syllabus. So this is the Upadrava complication. What will happen when a Vrana Vrana occurs, and if we neglect that Vrana, what will happen further? So he has explained the Upadrava of Vrana.
വിസർപ്പപക്ഷാഘാതശ്ച ശിരാസ്തംഭോ അപതാനകഃ മോഹ ഉന്മാദ വ്രണരുജോ ജ്വരതൃഷ്ണ ഹനുഗ്രഹ കാസശർദി അതിസാരോ ഹിക്കാശ്വാസ സവേപതു ഷോഡശോപദ്രവ പ്രോക്ത വ്രണാനം വ്രണചിന്തകൈഹി. ഷോഡശോപദ്രവ പ്രോക്ത, ദാറ്റ് ഈസ് 16 types of ഉപദ്രവ stellings. വ്രണചിന്തകൈഹി, if you're thinking about vrana or if you're neglecting the vrana, you will get a 16 types of mainly complication that are visarpa. That means വിസർപ്പ. നമ്മൾ ഓൾറെഡി വിസർപ്പം പഠിച്ചു. ഒരു കുഷ്ഠം പോലത്തെ അസുഖം, ഒരു സ്കിൻ ഡിസീസസ്, വിസർപ്പം, അങ്ങനത്തെ അസുഖം ഉണ്ടാവും. പക്ഷാഘാത, പാരാലിസിസ്, സിര സ്തംഭ, ഒക്ലൂഷൻ ഇൻ ബ്ലഡ് വെസൽസ്, അപതാനക, കൺവൾഷൻസ്. അതിപ്പം സീറ്റ്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എല്ലാ വ്രണങ്ങൾ കൊണ്ടും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. വ്രണത്തിൻ്റെ സീറ്റിന് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ വ്രണ ഒക്കേസോണെ ഒരു എന്താ പറയുക, ഒരു നെർവ് എൻഡിങ്ങിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു ബ്രേക്കിൽ പ്ലക്സസിൻ്റെ ഒറിജിൻ്റെ സ്ഥലത്താണ് ഉണ്ടായതെങ്കിൽ, വ്രണം ഉണ്ടായതെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ ഷിവർ ചെയ്യും. അല്ലെ ലെംബോസാക്രൽ പ്ലക്സസ് ആണെങ്കിൽ കാലിങ്ങനെ ഷിവർ ചെയ്യും. അപ്പം ആ ഒരു സീറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മോഹ, മെൻ്റൽ കൺഫ്യൂഷൻ. ഉന്മാദ, ഇൻസാനിറ്റി. വ്രണരുക്, പെയിൻ ഇൻ ദ വൂണ്ട്, എക്സസ് ആയിട്ട് പെയിൻ ഉണ്ടാവും. ജ്വര, ഫീവർ. തൃഷ്ണ, തേഴ്സ്റ്റ്. ഹനുഗ്രഹ, ലോക്ജോ, കാസ, കഫ്. ഛർദി, വോമിറ്റിംഗ്. അതിസാര, ഡയറിയ. ഹിക്ക, ശ്വാസ, വേവത് ട്രംബ്ലിംഗ്. സോ ആദ്യം തന്നെ ആചാര്യം പറയുന്നത് ഹൈ ആയിട്ടുള്ള പറയുന്നു, പിന്നെ കുറച്ചും കൂടി താഴോട്ട് വരുമ്പം നമുക്ക് എപ്പോഴും കാണുന്ന ഒരു കോംപ്ലിക്കേഷൻസ് പറയുന്നു ആചാര്യൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വ്രണ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. സോ യു ഹാവ് ടു സ്റ്റഡി ശ്ലോക ആസ് വെൽ ആസ് മീനിങ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. വ്രണാനാം ആദിതഃ കാര്യം യഥാസന്നം വിശോധനം ഊർധ്വഭാഗൈരധോഭാഗൈ ശസ്ത്രൈർ വസ്തിഭിരേവ ച സദ്യശുദ്ധ ശരീരാണാം പ്രശ്നം യാന്തി ഹി വ്രണഃ. സോ വ്രണാനാം ആദിതഃ കാര്യം യഥാസന്നം വിശോധനം. വ്രണാനാം ആദിതഃ, ഇമ്മീഡിയറ്റ്ലി, ആദിതം ഫസ്റ്റ്, ഇനീഷ്യലി ഓർ ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു ഡു ശോധന ട്രീറ്റ്മെൻറ്റ്. യു ഹാവ് ടു ഡു ശോധന ട്രീറ്റ്മെൻറ്റ് ഫോർ വ്രണ ഇമ്മീഡിയറ്റ്ലി ഓർ ഫസ്റ്റ് ഇനീഷ്യലി. ഊർധ്വഭാഗൈർ അധോഭാഗൈ. ഇനി എങ്ങനത്തെ ശോധന കർമ്മങ്ങൾ ചെയ്യണം? ഊർധ്വഭാഗൈർ അധോഭാഗൈ. ഊർധ്വഭാഗ മീൻസ് that is vamana and adhobhaga means virejana. You have to give vamana and virejana according to condition. If it is vrana which is having highly kapha dosha, then you have to do vamana. If it is a vrana which is having pitta or vada is more, then you have to give virejana. ദെൻ ശസ്ത്രേർ വസ്തിബിർ, ശസ്ത്രകർമ്മങ്ങൾ. നിങ്ങൾ ശസ്ത്രകർമ്മം ചെയ്തിരിക്കണം. അതായത് നമ്മൾ സർജിക്കൽ മെത്തേഡ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. വസ്തിബിരെ വെച്ചാൽ ദെൻ വസ്തി ചെയ്തിരിക്കണം. ലാസ്റ്റാണ് എനിമ പറയുന്ന വസ്തി ചെയ്തിരിക്കണം. സദ്യശുദ്ധ ശരീരണം പ്രശമം യാന്തിഹി വ്രണഃ. സദ്യശുദ്ധി ശരീരണം പ്രശമം യാന്തിഹി വ്രണഃ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ബോഡിയിൽ ശോധന കർമ്മങ്ങളും ഈ ശസ്ത്രകർമ്മങ്ങളും അല്ലെങ്കിൽ ഈ വസ്തി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്രണം ഹീൽ ചെയ്യുന്നതാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെയാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഈ ഒരു കോണ്ടെക്സ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ധന്വന്തിരിന മതഃ. ചരകൻ തന്നെ പറയുന്നു, ഇതൊന്നും എനിക്കല്ല, ധന്വന്തിരി മതം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊരു റെഫറൻസ് ആണ്. ശരിക്കും സുശ്രുത സംഹിത ഹിസ്റ്ററി പഠിക്കുമ്പം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സുശ്രുത സംഹിത ചരക സംഹിതയ്ക്ക് ശേഷമുള്ളതായിരുന്നു. പക്ഷേ ശരിക്കും സുശ്രുത സംഹിത ചരക സംഹിതയ്ക്ക് മുന്നേ ഉണ്ടായതെന്നുള്ളത് നമുക്കൊരു റെഫറൻസാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. ധന്വന്തിരിന മതഃ. സോ അത് ഈ ഒരു കണ്ടക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ അത്രത്തോളം പറയേണ്ട. പക്ഷേ ഒരു എൻട്രൻസ് പോയിന്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും PG എൻട്രൻസിലൊക്കെ ചോദിക്കുന്നതാണ്, അല്ലെ നമ്മളെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ചോദിക്കുന്നതാണ്. വ്രണത്തിലാണ് ഈ ധന്വന്തിരി മതഃ എന്ന് ആചാര്യം പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഇല്ല. നിങ്ങൾ ധന്വന്തിരി മതം യൂസ് ചെയ്തോളുന്നതാണ്. ധന്വന്തിരി മീൻസ് സുശ്രുത സംഹിത നിങ്ങൾ യൂസ് ചെയ്തോളുന്നതാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ശോധനം ചെയ്യണം, പിന്നെ വസ്തി കർമ്മം ചെയ്യണം. ശോധനം മീൻസ് വമന വിരേചനം ചെയ്യണം, പിന്നെ വസ്തി ചെയ്യണം, പിന്നെ ശസ്ത്രകർമ്മങ്ങളും ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വ്രണം പെട്ടെന്ന് ഹീലാവും. സോ 36 ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് ഫോർ വൂണ്ട്സ്. ഇനി 36 ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ശ്ലോകം ബൈ ഹാർട്ട് ചെയ്യണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 36 ടൈപ്പ് ഓഫ് ഷഡ്ത്രിംശത് ചികിത്സ എന്ന് പറഞ്ഞിട്ടേ നിങ്ങളിപ്പം 24 ടൈപ്സ് ഓഫ് ചികിത്സ ഇൻ വിഷ പഠിച്ചില്ലേ? 24 ചികിത്സകൾ പറയുന്നില്ലേ? വിംശതി ചതുർബലധിക എന്ന് പറഞ്ഞിട്ടേ ചതുർവിംശതി ട്രീറ്റ്മെൻറ്റ്, ചതുർവിംശതി ഉപക്രമാന്ന് നിങ്ങൾ പഠിച്ചു. അതുപോലെ അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഷഡ്ത്രിംശത് ഉപക്രമ ഓർ ഷഡ്ത്രിംശത് ചികിത്സ ഇങ്ങനെ ചോദിക്കാം. അല്ലെ 36 ട്രീറ്റ്മെൻറ്റ് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്
വ്രണത്തിൽ ചരകൻ പറയുന്നത്. ഇത് തന്നെ അടുത്ത നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വ്രണം പഠിക്കുമ്പം, ശല്യത്തിൽ വ്രണം പഠിക്കുമ്പം അവിടെ തന്നെ ചോദിക്കും, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ വ്രണ ചികിത്സ അക്കോർഡിംഗ് ടു ചരക എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇപ്പോഴത്തെ കുഹാ സിലബസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്ലോകം യു ഹാവ് ടു സ്റ്റഡി, യു ഹാവ് ടു മാൻഡേറ്ററി, യു ഹാവ് ടു സ്റ്റഡി ദിസ് ശ്ലോക. സോ എന്തൊക്കെയാണ് 36 കർമ്മങ്ങൾ നമുക്ക് നോക്കാം. യഥാക്രമം അധശ്ചോർദ്ദം ശൃണു സർവ അനുപക്രമാൻ ശോഫഗ്നം ഷഡ്വിധം ചൈവ ഷഷ്ടകർമ്മ അവപീഡനം നിർവാപണം സസന്ധാനം സ്വേദഃ ശമന ഏഷണം ശോധനോ രോപണീയോ ച കഷായോ സ പ്രലേപനോ ദ്വേ തൈലേ തദ്ഗുണേ പത്രം ചാദനേ ദ്വേ ച ബന്ധനേ ഭോജ്യം ഉത്സാദനം ദാഹോ ദ്വിവിധഃ സ അവസാദനഃ കാഠിന്യം മാർദ്ദവകരേ ധൂപന ആലേപനേ ശുഭേ വ്രണ അവചൂർണം വർണ്യം രോപണം ലോമരോഹണം ഇതി ഷട്ത്രിംശത് ഉദ്ദിഷ്ട വ്രണാനാം സമുപക്രമഃ. ദിസ് ഈസ് ദ 36 treatment methods I have explained here. So what you have to do, yadakramam adhaschodam, after doing adha urdhva shodhana, after doing this shodhana methods, you have to follow this one. എന്തൊക്കെയാണ്? ഷോഫഗ്ന, തെറാപ്യൂട്ടിക് മെഷേഴ്സ് ഫോർ റിലീവിങ് എഡിമ. വ്രണത്തിൻ്റെ അടുത്ത് ഷോഫം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്വെല്ലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഷഷ്ടകർമ്മ, 6 ഷഷ്ടകർമാസ്, 8 ഷഷ്ടകർമ്മങ്ങളാണ് സുശ്രുതം പറഞ്ഞിരിക്കുന്നത്. ചരകൻ പറഞ്ഞിരിക്കുന്നത് 6 ഷഷ്ടകർമ്മങ്ങളാണ്. അത് അടുത്ത ശ്ലോകം പഠിക്കാം നമുക്ക്. സോ 6 ഷഷ്ടകർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ 1 6 7 8ാമത്തെ അവപീഡനം, ആപ്ലിക്കേഷൻ ഓഫ് പേസ്റ്റ് ഓഫ് ഡ്രഗ്. നിങ്ങളുടെ ഡ്രഗിൻ്റെ മേലെ നിങ്ങൾ വ്രണത്തിൻ്റെ മേലെ പേസ്റ്റ് ഓഫ് ഡ്രഗ്സ് അപ്ലൈ ചെയ്യണം. നിർവാപണ, സ്പ്രിംഗ്ലിംഗ് ഓഫ് കൂളിംഗ് മെഡിക്കേറ്റഡ് ഡിക്കോക്ഷൻ. നിങ്ങൾ ശീതവീര്യമായിട്ടുള്ള കഷായങ്ങൾ വ്രണത്തിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം, സ്പ്രിംഗിൾ ചെയ്യുക. സന്ധാന, റീസ്റ്റോറേഷൻ ഓഫ് മസിൽസ് ആൻഡ് ഫ്രാക്ചർ ബോൺസ് ഇൻ ദ ലൊക്കേഷൻ ഓഫ് അൾസർ. ഇനിയിപ്പോൾ വ്രണം വന്ന സ്ഥലത്തുള്ള മസിൽസും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ബോണിനൊക്കെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്യേണ്ട ക്രിയകൾ ചെയ്യണം. സ്വേദന, ഫെമൻറ്റേഷൻ തെറാപ്പി നിങ്ങൾ ചെയ്യണം. ശമന, എലിവേറ്റിംഗ് തെറാപ്പി എന്ന് വെച്ചാൽ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഏതു ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യണം. ഏഷണ, പ്രോബിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശസ്ത്രകർമ്മമാണ്. അഷ്ടശസ്ത്രകർമ്മങ്ങളിലൊന്നാണ് അക്കോർഡിംഗ് ടു സുശ്രുത. പ്രോബിംഗ്, നമ്മൾ പ്രോബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുരണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതാണ് പ്രോബിംഗ്. നമ്മളൊരു പ്രോബ് പോലത്തെ സാധനം ഇട്ടതിങ്ങനെ ക്യൂറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എടുക്കുക. നിങ്ങൾ DNC എന്നൊക്കെ പഠിച്ചിട്ടില്ലേ പ്രസൂതിയിൽ, അതൊരു ഒരു ടൈപ്പാണ്. സോ ശോധന കഷായ, ശോധനമായിട്ടുള്ള ക്ലെൻസിങ് ആയിട്ടുള്ള കഷായങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡിക്കോക്ഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. ദെൻ ശോധന പ്രലേപ, എന്നിട്ട് ആപ്ലിക്കേഷൻ ഓഫ് പേസ്റ്റ് വിത്ത് ക്ലെൻസിങ് ഡ്രഗ്സ്. ശോധനമായിട്ടുള്ള ഡ്രഗുകൾ ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വ്രണത്തിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക. രോപണ കഷായ, വാഷിംഗ് ദ അൾസർ വിത്ത് ഹീലിംഗ് ഡിക്കോഷൻ. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കഷായം ഉണ്ടാക്കി അതിൽ രോപണ ആക്ഷൻ, അത് വ്രണത്തിനെ ഹീൽ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയുള്ള ഡ്രഗ് ഉപയോഗിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള ഡ്രഗ് ഉപയോഗിച്ചിട്ടുള്ള കഷായം വെച്ചിട്ട് നമ്മൾ വ്രണത്തിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. രോപണ പ്രലേപ, ദാറ്റ് സെയിം തിങ്, പ്രലേപ വിത്ത് ഹാവിങ് ദ ഹീലിംഗ് ആക്ഷൻസ്. ശോധന തൈലകൃത, ദാറ്റ് ഈസ് മെഡിക്കേറ്റഡ് ഗീ ഹാവിങ് ക്ലെൻസിങ് പ്രോപ്പർട്ടി. അങ്ങനെയുള്ള ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടിയുള്ള ഒരു ഗീയാണ് നിങ്ങൾ ജാത്യാധികൃതം എന്നൊക്കെ കേട്ടിട്ടില്ലേ. ജാത്യാധികൃതം, ജാത്യതൈലമൊക്കെ. ജാത്യതൈലം, ഘൃതം രോപണമാണ്. തൈലം കുറച്ചും കൂടി രോപണം തന്നെയാണ് തൈലം, പക്ഷേ 2 കൊടുക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഒരു നവവ്രണമൊക്കെ ആണെങ്കിൽ നമ്മൾ തൈലം കൊടുക്കും. ഒരു പുരാണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഘൃതത്തിലേക്കാണ് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ വ്രണത്തിന് ഒന്നും കൂടി ക്ലേദനം നടത്തിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ജാത്യത തൈലം കൊടുക്കും. പക്ഷെ ഡയറക്റ്റായിട്ട് ഹീൽ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കും, ജാത്യധികൃതം കൊടുക്കാം. അതാണ് ആമും വിഭക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കും, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്, വ്രണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. സോ രോപണ തൈല ഘൃത, that is medicated oil ghee having healing property. Patra, covering the ulcer with medicinal plants. Chadana, padding the ulcer with gauze. Bandhana, bandaging. Again bandhana, 2 ബന്ധനങ്ങൾ ഇവിടെ പറഞ്ഞു. ടോട്ടൽ 14 ബന്ധന എക്സ്പ്ലെയിൻ ബൈ സുശ്രുതസംബന്ധമാണ്. ബന്ധനം ബാൻഡേജിങ് പറഞ്ഞിരിക്കുന്നത് 14 ബന്ധനങ്ങൾ പറയുന്നുണ്ട്. ബാൻഡേജിങ്, കോശം, ദാമം, മുത്തോളി, സ്വസ്തികം, മണ്ഡലം, അനുവേദം എന്നൊക്കെ പറഞ്ഞിട്ട് 14 ബാൻഡേജുകൾ പറയുന്നുണ്ട്. അതിൽ 14 2 2 ടൈപ്പുകൾ, ഏതെങ്കിലും 2 ടൈപ്പുകൾ യൂസ് ചെയ്യാനാണ്, നമ്മുടെ യുക്തി വെച്ചിട്ട് യൂസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭോജ്യ, ഡയറ്റ് ആൻഡ് റെജിമെൻ. ഉത്സാദന, എലിവേഷൻ ഓഫ് ഡീപ് സീറ്റഡ് അൾസർ. അവസാദന, റിമൂവൽ ഓഫ് എക്സസീവ്ലി പ്രൊജക്റ്റഡ് ടിഷ്യൂ ഇൻ ദ അൾസർ. ദാഹ, കോട്ടറൈസേഷൻ. ദാഹ, ആപ്ലിക്കേഷൻ ഓഫ് ആൽക്കലിസ്. 2 ദാഹങ്ങൾ പറയുന്നത്, ഒന്ന് അഗ്നികർമ്മം, ഒന്ന് ക്ഷാരകർമ്മമാണ്. കാഠിന്യകര ധൂപന, ഫ്യൂമിഗേഷൻ ഫോർ ദ ഹാർഡനിങ് സോഫ്റ്റ് ടിഷ്യൂ അൾസർ. കാഠിന്യ ധൂപന, ഹാർഡനിങ് സോഫ്റ്റ് ടിഷ്യൂ ഓഫ് അൾസർ. സോഫ്റ്റ് ടിഷ്യൂ അൾസറിനെ ഹാർഡാക്കാൻ വേണ്ടി ധൂപനങ്ങൾ ചെയ്യുക. ദെൻ മാർദ്ദവകര ധൂപന, സോഫ്റ്റിംഗ് ദ ഹാർഡ് ടിഷ്യൂ ഓഫ് അൾസർ. ഹാർഡ് ടിഷ്യൂ ആയിട്ടുള്ള അൾസറിനെ സോഫ്റ്റ് ചെയ്യുക.
കാഠിന്യകര ആലേപന, ദ ആപ്ലിക്കേഷൻ ഓഫ് ഓയിൻമെൻറ്റ് ഫോർ ഹാർഡനിങ് ദ സോഫ്റ്റ് ടിഷ്യൂ. മാർദ്ദവകര ആലേപന, ആപ്ലിക്കേഷൻ ഓയിൻമെൻറ്റ് ഫോർ സോഫ്റ്റനിങ് ദ ഹാർഡ് ടിഷ്യൂ. അവചൂർണ്ണ, ഡസ്റ്റിംഗ് ദ പൗഡർ ഓവർ ദ അൾസർ. നമ്മൾ പൊടി ഇങ്ങനെ ഹീലിംഗ് ആക്ഷൻസുള്ള പൊടികൾ നമ്മൾ വ്രണത്തിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. സോ അത് നല്ല ഉണങ്ങി വരും. അപ്പോൾ തന്നെ ഹീലിംഗ് ആക്ഷൻ തുടങ്ങും. രോപണ, ആപ്ലിക്കേഷൻ റിസിപ്റ്റ്സ് ഫോർ ഗ്രോത്ത് ഓഫ് ക്ലിയർ സ്കിൻ ഓവർ ദ അൾസർ. വർണ്യ, റീസ്റ്റോറേഷൻ ഓഫ് നോർമൽ കളർ ദ സ്കിൻ ഓവർ ദ അൾസർ. സോ ഇവിടെ ഈ 35-36 നമുക്കൊരു മോഡേൺ മെഡിസിൻ ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഈ നമ്മളിപ്പോൾ മോഡേൺ മെഡിസിനിൽ അല്ലെങ്കിൽ മോഡേൺ അലോപ്പതി സിസ്റ്റത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് അസുഖത്തിന് മാറ്റുക എന്നുള്ളൂ, നോർമാലിസിലേക്ക് വരില്ല. ആ മാറിക്കഴിഞ്ഞാൽ നോർമാലിസി ആയിക്കൊള്ളുന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ആയുർവേദം അതിന് കൂടി കെയർ ചെയ്യണം. അവസാനം നിങ്ങൾ ഇതൊക്കെ രോപണമൊക്കെ ആയി രോപണമൊക്കെ ചെയ്ത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നോർമൽ സ്കിന്ന് വരാനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അവിടെ ചെയ്തിരിക്കണം. ലോമരോഹണം എന്ന് വെച്ചാൽ വ്രണം വന്നു കഴിഞ്ഞാൽ ആ ഒരു പോർഷനിലുള്ള ചിലപ്പോൾ ഹെയർസ് പോയിപ്പം ആ ഹെയർസിനെ റീസ്റ്റോർ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് വഴി നിങ്ങൾ അവിടെ ചെയ്തിരിക്കണം. ദറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ആയുർവേദ. സോ ഇതാണ് 36 ഉപക്രമാസ് ഹാവ് എക്സ്പ്ലെയിൻഡ് ഓവർ ദി വ്രണ ചികിത്സ ബൈ ചരക സംഹിത. നിങ്ങൾ ഷഷ്ടി ഉപക്രമമാണ്, 60 ഉപക്രമങ്ങളാണ് സുശ്രവും പറഞ്ഞിരിക്കുന്നത്, 36 ചരകനും പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് 6 ടൈപ്പ് ഓഫ് ഷഷ്ടകർമ്മ. സോ ഈ ശ്ലോകം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം, ഈ 36 ഉപക്രമ. സോ ദ 6 ടൈപ്പ് ഓഫ് ഷഷ്ടകർമ്മ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6 ടൈപ്പ് ഷഷ്ടകർമ്മങ്ങളുണ്ട്, 8 ടൈപ്പാണ് സുശ്രൂം പറയുന്നത്. സോ ഹിയർ ആചാര്യ ചരക ഈസ് എക്സ്പ്ലെയിൻ ഓൺലി 6 ടൈപ്പ്. ദാറ്റ് ഈസ് പാടനം വ്യതനം ചെയ്വ, ഛേദനം ലേപനം തഥാ പ്രച്ഛനം സീവനം ചെയ്വ, ഷഡ്വിധം ഷഷ്ടകർമ്മം തത്. ഷഡ്വിധം ദർ ആർ 6 ടൈപ്പ് ഓഫ് ഷഷ്ടകർമ്മ. ദാറ്റ് ഈസ് പാടന ഇൻസിഷൻ, വ്യതന പങ്ക്ചറിങ്, ഛേദന എക്സിഷൻ, ലേപന ഓർ ലേഖന സ്ക്രാപ്പിംഗ്, പ്രച്ഛന റബ്ബിംഗ് ഓർ സ്കാരിഫിക്കേഷൻ, സീവന സ്യൂച്ചറിങ്. ദീസ് ആർ ദ 6 ടൈപ്പ് ഓഫ് ഷഷ്ടകർമ്മ. ശസ്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ. ഇൻസിഷൻ, നിങ്ങൾ ഇൻസിഷൻ ഒരു സ്കാൽപ്പ് വെച്ചിട്ട് നമ്മളൊരു ബ്ലേഡ് വെച്ചിട്ട് വേണമെങ്കിൽ ഇൻസിഷൻ ചെയ്യും. അല്ലെങ്കിൽ സ്കാൽപ്പ് വെച്ചിട്ട് നിങ്ങൾ അനാട്ടമിയിലൊക്കെ ലഭിച്ചില്ലേ, ഒരു സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഇൻസൈസ് ചെയ്യും. വ്യതന പങ്ക്ചറിങ്, നമ്മളൊരു നീഡിൽ വെച്ചിട്ട് പങ്ക്ചർ ചെയ്യും. ഛേദന എക്സൈസ്, ഒരു സ്കാൽപ്പിന് വെച്ചിട്ട് എക്സൈസ് നമ്മൾ കട്ട് ചെയ്ത് കളയും. ലേപന ഓർ സ്ക്രാപ്പിംഗ്, റബ്ബിംഗ്, സ്ക്രാപ്പ് ചെയ്യുക. ലേഖന എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നമ്മളിങ്ങനെ ഉടച്ചെടുക്കും, അപ്പോൾ സ്ക്രാപ്പായിട്ട് അല്ലെങ്കിൽ റബ്ബ് ചെയ്തിങ് വരും. സോ പ്രച്ഛന ഇസ് റബ്ബിംഗ് ഓർ സ്കാരിഫിക്കേഷൻ മീൻസ് പ്രച്ഛന മീൻസ് നമ്മൾ പൊതുവേ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പിയിലാണ് നമ്മൾ പ്രച്ഛന യൂസ് ചെയ്യുക. നമ്മൾ റബ്ബിങ് തന്നെയാണ് അതൊരു, പക്ഷേ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള റബ്ബിംഗ് ആയിരിക്കും പ്രച്ഛാനത്തിൽ. ലേഖനത്തിലും നമ്മൾ മീൻസ് സ്ട്രാപ്പിംഗ് ആണത്. അത് ഏകദേശം ലേഖനം പ്രഖ്യാപനം ഏകദേശം സെയിമാണ്, പക്ഷേ അത് അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ വെച്ചിട്ട് അത് ഡിഫറെൻ്റ് ആണ്. സീവന സ്യൂച്ചറിങ്, അവസാനം സ്യൂച്ചറി. ഇതാണ് 6 ശസ്ത്രകർമ്മങ്ങൾ. സെൻ പ്രോഗ്നോസിസ് ഓഫ് വ്രണ. ലാസ്റ്റ് പോയിന്റ് ഇസ് പ്രോഗ്നോസിസ് ഓഫ് വ്രണ. ത്വങ് മാംസം സുഖേ ദേശേ തരുണസ്യ അനുപദ്രവഃ ധീമതോ അഭിനവഃ കാലേ സുഖസാധ്യ സ്മൃതോ വ്രണഃ ഗുണേർ അന്യതമേർ ഹീനസ്തതഃ കൃച്ഛ്രോ വ്രണഃ സ്മൃതഃ സർവേർ വിഹിനോ വിജ്ഞേയസ്തു അസാധ്യോ നിരുപക്രമഃ. സോ സാധ്യവും കൃച്ഛ്രസാധ്യം അസാധ്യവുമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്തൊക്കെയാണ് സാധ്യമായിട്ട്? ത്വങ് മാംസജസ സുഖേ ദേശേ തരുണസ്യ അനുപദ്രവഃ. സോ ത്വങ് സ്കിന്നിലോ മാംസത്തിലോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈസി പ്ലേസസിൽ, അതായത് ഈസി പ്ലേസസ് എന്ന് വെച്ചാൽ മർമ്മത്തിലോ വൈറ്റൽ പാർട്സിലോ അല്ലെങ്കിൽ കോശത്തിലോ എന്നല്ലാതെ ഈ ശാഖമായിട്ടുള്ള രീതിയിൽ ശാഖയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ശാഖാശ്രിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ. പിന്നെ തരുണസ്യ യങ് ഏജിൽ, അനുപദ്രോഹം കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ ധീമതോ മീൻസ് വൈസ് പൊസിഷനിൽ, അഭിനവ റീസെൻ്റ് ഓറിജിൻ പെട്ടെന്നുണ്ടായ അക്യൂട്ടായിട്ടുണ്ടായതാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്കതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. സത്യ സുഖസാധ്യമാണ്. ഗുണേരന്യതമേർ ഹീനസ്തതഃ കൃച്ഛ്രോ വണസ്തതഃ. ഇതിലത്ത് ഇഫ് ഇറ്റ് ഇസ് ഡിവൈഡ് സം ഓഫ് ദിസ്, ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ നമുക്കത് കൃച്ഛ്രസാധ്യമാണ്. ഇനി ഈ ക്വാളിറ്റീസ് എല്ലാം എൻറ്റയർലി ആബ്സെൻ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് അസാധ്യമാണെന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രോഗ്നോസിസ് ഓഫ് വ്രണ. ദിസ് ഇസ് യു നീഡ് ഓൺലി ദ മീനിങ്, ദർ ഇസ് നോ നീഡ് ഫോർ സ്റ്റഡിങ് ശ്ലോക. സോ ബട്ട് ദിസ് ഇസ് ദ 6 type of shastakharma as well as 36 types of treatments, and the general line of treatment of Vrana is you have to study Sloka as well as meaning. This is highly important, these 3 things. So by this we are going to wind up this chapter. So next class onwards we are going to start with Trimarmiya Chikilsa, that is 26th chapter. Then 27th chapter I have already taken, that is Udistamba Chikilsa, and 28, 29 and 30 are remaining in your Chikilsa Sthana. That is 4 more chapters are remaining in Chikilsa Sthana for me. So thank you.